പ്രിൻസിപ്പൽ സിസ്റ്റർ സോഫിയ, PTA പ്രസിഡന്റ്, പ്രിയ മാതാപിതാക്കളെ, ഇന്നത്തെ നക്ഷത്രങ്ങളായ കുഞ്ഞുമക്കളെ, പുതിയ വർഷത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. വളരെ സന്തോഷത്തോടുകൂടെ തന്നെ നിങ്ങൾ ഒരുങ്ങി വന്നിരിക്കുകയാണ്. പുത്തൻ ഉടുപ്പുകളും പുത്തൻ ബാഗുകളുമൊക്കെയായി സ്കൂളിലേക്ക് സന്തോഷപൂർവ്വം കടന്നു വന്നിരിക്കുകയാണ്. നിങ്ങളെ ഇൻഫന്റ് ജീസസ് പബ്ലിക് സ്കൂളിൻ്റെ പേരിൽ ആത്മാർത്ഥമായി സ്വാഗതം ആശംസിക്കുകയാണ്. കഴിഞ്ഞ വർഷം വളരെ സന്തോഷത്തോടെ പഠിച്ചിറങ്ങി പുതിയ പ്രതീക്ഷകളുമായി പുതിയ വർഷത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. എല്ലാവരുടെയും മനസ്സിൽ നല്ല സ്വപ്നങ്ങളുണ്ട്. ഈ വർഷം എങ്ങനെയായിത്തീരണം, ഏറ്റവും നന്നായിട്ട് പഠിക്കുവാനായിട്ടിടയായിത്തീരണം, മാതാപിതാക്കൾക്കും അധ്യാപകർക്കും പ്രിയപ്പെട്ടവരായി മാറണം എന്നൊരു ചിന്തയാണ് നമുക്കെല്ലാവർക്കും ഉള്ളത്. നല്ലൊരു തുടക്കം എന്നും പ്രതീക്ഷയാണ്. ഏറ്റവും നല്ല സ്കൂളിൽ കൊണ്ടുപോയി തങ്ങളുടെ കുട്ടികളെ ചേർക്കണം എന്നതാണ് മാതാപിതാക്കൾ ആഗ്രഹിക്കുക. അതിന് ഏറ്റവും മെച്ചമായ രീതിയിൽ പൈസ മുടക്കി ഏറ്റവും നല്ല സ്കൂളിൽ ചേർക്കുവാനായിട്ട് എല്ലാവരും വളരെയധികം ഉത്സാഹിക്കുകയാണ്. നമ്മുടെ സ്കൂളിനെ കുറിച്ച് നല്ല പ്രതീക്ഷകൾ ഉള്ളതുകൊണ്ടാണ് ഈ സ്കൂളിലേക്ക് കുട്ടികളെ പറഞ്ഞ് അയച്ചിരിക്കുന്നത്. ഇവരുടെ പ്രതീക്ഷയ്ക്കൊത്ത വിധം നമുക്ക് ഒത്തൊരുമിച്ച് പെരുമാറാം. PTA ഭാരവാഹികളുണ്ട്, അധ്യാപകരുണ്ട്, എല്ലാവരും ഒത്തൊരുമിച്ച് കുട്ടികളുടെ പഠനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുമ്പോൾ അത് വലിയ വിജയത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഇടയായിത്തീരും. എഡ്വിൻ എന്ന് പറയുന്ന വലിയ സമ്പന്നനായ ഒരു വ്യവസായി തൻ്റെ മകനെ ഏറ്റവും വലിയ സ്കൂളിൽ കൊണ്ടുപോയി ചേർക്കുകയാണ്. നല്ല പൈസ ചെലവഴിച്ച് സ്കൂളിൽ കൊണ്ടുപോയി വിട്ടു. നന്നായിട്ട് പഠിച്ചു വരുന്നത് സ്വപ്നം കണ്ടിട്ട് മാതാപിതാക്കള് അവനെ സ്നേഹത്തോടു കൂടെ തന്നെയാണ് ഓരോ ദിവസവും സ്കൂളിലേക്ക് പറഞ്ഞയക്കുക. ഓരോ വർഷവും പാസ്സായി കഴിയുമ്പോൾ അവനോട് ചോദിക്കും, മോനെ നിനക്ക് എന്താ വേണ്ടത്, എന്ത് സമ്മാനമാണ് നിനക്കായി മേടിച്ചു തരേണ്ടത് എന്ന്. അവൻ ഓരോ കാര്യം പറയും. അല്ല ഇന്ന ചോക്ലേറ്റ്, അല്ല ഇന്ന കേക്ക് എനിക്ക് വേണം, അല്ല ഇന്ന കളിപ്പാട്ടം എനിക്ക് വേണമെന്ന് താഴ്ന്ന ക്ലാസ്സുകളിലൂടെയൊക്കെ അവൻ പറഞ്ഞു. അവൻ പറയുന്നതനുസരിച്ച് മാതാപിതാക്കള് മേടിച്ചു കൊടുക്കുവാനായിട്ട് ഇടയായി. അവൻ വളർന്ന് 10ാം ക്ലാസ് കഴിഞ്ഞു. അപ്പോഴും ആ പ്രിയപ്പെട്ട പിതാവ് തന്റെ മകനോട് ചോദിക്കുകയാണ്, എന്താ നിനക്ക് വേണ്ടത്? അപ്പൊ അവൻ നല്ല ഉടുപ്പുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതൊക്കെ മേടിച്ചു കൊടുത്തു. +2 കഴിഞ്ഞു, ഡിഗ്രി ആയി. ഡിഗ്രി പരീക്ഷയ്ക്ക് എഴുതിയിട്ട് വന്ന അവനോട് ചോദിച്ചു, മോനെ നിനക്ക് എന്താ ഈ ഡിഗ്രി പരീക്ഷ കഴിഞ്ഞ് വരുമ്പം നിനക്ക് വേണ്ടത്? നീ നന്നായിട്ട് പരീക്ഷ എഴുതിയോ? അപ്പൊ അവൻ പറഞ്ഞു, ഞാൻ പാസ്സാവുകയാണെങ്കിൽ പപ്പ എനിക്ക് നല്ല ഒരു ബൈക്ക് വാങ്ങിച്ചു തരണം. അവൻ ആ ബൈക്കിന്റെ പേരൊക്കെ പറഞ്ഞു, ഈ ബൈക്ക് എനിക്ക് വേണം. അപ്പോൾ പിതാവ് പറഞ്ഞു, മോനെ നീ അതൊക്കെ ഓടിക്കുമോ, സുരക്ഷിതമായി നീ ഈ വാഹനം ഓടിക്കുമോ എന്നൊക്കെ ചോദിച്ചു. എനിക്ക് ഇത്രയും പ്രായമായതല്ലേ, ഞാൻ വളരെ കൃത്യതയോടെ തന്നെ ഓടിക്കുകയുള്ളൂ, ഒരപകടവും ഞാൻ ഉണ്ടാക്കുകയില്ല എന്നൊക്കെ അദ്ദേഹം പറയുകയാണ്. റിസൾട്ട് വന്നു. അവന് യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് റാങ്ക് കിട്ടുകയാണ്. അപ്പൊ പിതാവിന് വലിയ സന്തോഷമായി. അവനോട് പറഞ്ഞു, മോനെ നീ പറഞ്ഞ സമ്മാനം ഞാൻ വാങ്ങിച്ചു തരാം. അവൻ കോളേജിലേക്ക് പോയി കൂട്ടുകാരുമൊത്ത് സന്തോഷത്തോടുകൂടെ ആഘോഷത്തിലൊക്കെ പങ്കുചേർന്നു. തിരിച്ചു വന്നപ്പോൾ പപ്പായില്ല. പപ്പ തനിക്കായി മേടിച്ചു വെച്ചിരിക്കുന്ന സമ്മാനം കാണുവാനായിട്ടുള്ള ആകാംക്ഷയോടുകൂടിയാണ് വന്നത്. പപ്പായെ വിളിച്ചു. പപ്പ പറഞ്ഞു, മോനെ ഞാൻ തിരക്കില് ഓഫീസിലാണ്, ഒരു അത്യാവശ്യം ഒരു മീറ്റിംഗ് ഉണ്ട്, അതുകൊണ്ട് കഴിഞ്ഞേ വരികയുള്ളൂ. നിനക്കുള്ള സമ്മാനം ഞാൻ അലമാരിയിൽ വെച്ചിട്ടുണ്ട്,
നീ അലമാരി അങ്ങ് തുറക്കുക, അപ്പോൾ ആദ്യത്തെ തട്ടിൽ നിനക്കുള്ള സമ്മാനം കാണും എന്ന് പറഞ്ഞു. അവൻ വളരെ ആകാംക്ഷയോടുകൂടി അലമാരി തുറന്നു നോക്കിയപ്പോൾ ഒരു വേദപുസ്തകം ഇരിക്കുകയാണ്. ഇവനത് കണ്ടപ്പോൾ ദേഷ്യം വരികയാണ്. ബൈക്ക് മേടിച്ചു തരാമെന്ന് എന്നോട് പറഞ്ഞിട്ട് തൻ്റെ പപ്പ വേദപുസ്തകമാണ് വാങ്ങിച്ചു വെച്ചിരിക്കുക. എനിക്കെന്നാ പക്വതയില്ലേ? ഇതൊക്കെ പഠിച്ചിട്ട് വേണോ എനിക്ക് നോക്കിയും കണ്ട് വാഹനം ഓടിക്കാൻ അറിയാമെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവന് ഭയങ്കര ദേഷ്യമായി. എപ്പോഴും അവൻ പ്രതീക്ഷിച്ച സാധനങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത് കൊണ്ട് അവന് വലിയ സങ്കടവും ദേഷ്യവും എല്ലാം വന്നിട്ട് ഈ വേദപുസ്തകം വലിച്ചൊരേറെറിയുകയാണ്. അതിലെ താളുകളൊക്കെ കീറിപ്പറഞ്ഞ് അതിലേക്ക് പോവുകയാണ്. എന്നിട്ട് അവൻ ആ കളി കൊണ്ട് ഇറങ്ങിപ്പോവുകയാ. ഈ വീട്ടിലേക്ക് ഞാൻ ഇനി വരുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിതാവിനെ ഫോൺ വിളിച്ച് അതും ഇതുമെല്ലാം പറഞ്ഞു. പിതാവ് പറയുന്നതെന്ന് കേൾക്കുവാൻ പോലും നിൽക്കാതെ അവൻ ആ വേദപുസ്തകമൊക്കെ വലിച്ചെറിഞ്ഞിട്ട് അവൻ പോവുകയാണ്. അവർ വേറെ സ്ഥലത്ത് പോയി ജോലിയൊക്കെ അന്വേഷിക്കുകയാ. ഇനി മേലാ വീട്ടിലേക്ക് കയറുകയില്ല എന്ന് അവൻ ശപഥം ചെയ്യുകയാണ്. പാവം പിതാവ് വളരെയധികം വിഷമിച്ചു. അവസാനം ആ പിതാവ് വളരെ മനംനൊന്ത് പിന്നീടുള്ള കാലം ജീവിക്കുകയാണ്. അദ്ദേഹം തൻ്റെ ജോലിയിലൊക്കെ തുടർന്നു പോയി. എന്നെങ്കിലും മകൻ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ്. അവൻ വലിയ ജോലിയൊക്കെ നേടി. കാരണം ഫസ്റ്റ് റാങ്കോടുകൂടി ജയിച്ച് നല്ല വിവരവും കഴിവുമുള്ള മകനായിരുന്നു. കാരണം നല്ല വ്യവസായിയായ അദ്ദേഹത്തിൻ്റെ മകനിൽ നിന്ന് ആ പിതാവിൽ നിന്ന് നല്ല അനുഭവങ്ങളും കഴിവുകളും ജന്മനാ തന്നെ ലഭിച്ചിരുന്നു. അതുകൊണ്ട് അവൻ ഉന്നത സ്ഥാനങ്ങളിലേക്കൊക്കെ കയറുവാനായിട്ടിടയായി തീർന്നു. അവൻ ബൈക്ക് വാങ്ങിച്ചു. മാത്രമല്ല ആ ബൈക്ക് കമ്പനി തന്നെ സ്വന്തമാക്കി. അങ്ങനെ അവരും വലിയ ധനികനായി വലിയ ബിസിനസ്സുകാരനായി ജീവിക്കുകയാണ്. ഒരു ദിവസം പത്രമെടുത്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് തൻ്റെ പ്രിയപ്പെട്ട ആ പിതാവ് മരിച്ചിരിക്കുന്നു. 20 വർഷം കടന്നുപോയി. ആ പിതാവിനെ ഒന്ന് വിളിക്കുവാനായിട്ട് ആ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുവാനായിട്ട് ഒരിക്കൽ പോലും തയ്യാറാകാത്ത ആ മകൻ ഈ മരണവാർത്ത അറിഞ്ഞിട്ട് സങ്കടം വന്ന് വീട്ടിലേക്ക് ചെല്ലുകയാണ്. വീട്ടിൽ ചെന്നപ്പോൾ പിതാവ് ശവമഞ്ചത്തിൽ മരിച്ചു കിടക്കുകയാണ്. അവൻ വീട്ടിലേക്ക് ചെന്നപ്പോൾ കണ്ടു ഒരു ബൈക്ക് അവിടെ ഇരിക്കുന്നത്. തുരുമ്പെടുത്ത് പഴകിയ ഒരു ബൈക്ക്. പണ്ട് അവൻ ആവശ്യപ്പെട്ട ആ ബൈക്ക് ആ കാർ ഷെഡിന്റെ മൂലയിൽ ഇരിക്കുന്നത് അവൻ കാണുകയാണ്. അവൻ വീണ്ടും മുറിക്കകത്തേക്ക് ചെന്നു. പഴയ അലമാരി അതുപോലെ തന്നെയുണ്ട്. തുറന്നു നോക്കിയപ്പോൾ അവിടെ ഒരു എഴുത്തിരിക്കുന്നത് കണ്ടു. അതെടുത്ത് അവൻ വായിക്കുകയാണ്. ആ എഴുത്തില് ഇപ്രകാരം എഴുതിയിരിക്കുകയാണ്: മോനെ, നീ പറഞ്ഞ സമ്മാനം തന്നെ ഞാനിവിടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ബൈക്കിന്റെ താക്കോലാണ് ഇവിടെ ഇരിക്കുന്നത്. അതിന്റെ മുകളില് ഞാൻ വേദപുസ്തകം വെച്ചു. കാരണം നീ നന്നായിട്ട് നല്ല മനുഷ്യനായി മാറണം, വായിച്ച് വളരണം, നല്ല സനാതന മൂല്യങ്ങളൊക്കെ നിനക്ക് ലഭിക്കണം. ആ ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ വെച്ചത്. നീ താക്കോല് കണ്ടില്ല, വേദപുസ്തകം വലിച്ചെറിഞ്ഞിട്ട് നീ പോയി. ആ മകൻ നോക്കുകയാണ്. അതേ ബൈക്കിന്റെ താക്കോല് അന്ന് വെച്ചത് അതേപടി ഇരിക്കുകയാണ്. അത് ക്ലാവ് പിടിച്ച് താക്കോല് പഴകി ഇങ്ങനെ ഇരിക്കുകയാണ്. അവനപ്പോൾ സങ്കടമായി. ഇനി അത് തിരുത്തുവാനായിട്ട് സമയമില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളെ ഏറ്റവും നല്ലത് നമുക്ക് തരികയാണ്. മക്കൾക്കായിട്ട് ഏറ്റവും നല്ലത്, ഏറ്റവും മികച്ചത്, ഏറ്റവും നല്ല വിദ്യാഭ്യാസം, പല കഴിവുകളെല്ലാം തരികയാണ്, ഏറ്റവും അനുയോജ്യമായത്. പക്ഷേ അവരെ നമ്മൾ തിരിച്ചറിയണം. മാതാപിതാക്കളെയും അധ്യാപകരെയും ഒക്കെ തിരിച്ചറിയുവാനായിട്ട് പറ്റിയെങ്കിൽ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ വിജയമുണ്ടാവുക. പലപ്പോഴും കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ച് അവർ ചെയ്യുന്ന നന്മ പ്രവൃത്തികൾ അവരുടെ ഉദ്ദേശമൊന്നും മനസ്സിലാക്കാതെ പോയാൽ നമ്മളും പലപ്പോഴും പരാജയത്തിലേക്കായിരിക്കും പോവുക. നിരാശയിലേക്ക് പിന്നീട് പോകേണ്ടതായിട്ട് വരും. ജീവിതത്തിലെ പല പ്രതിസന്ധികളിലൊക്കെ അഭിമുഖീകരിച്ച് വേണം പോകുവാനായിട്ട്. എല്ലായ്പ്പോഴും ചോദിക്കുന്നതെല്ലാം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കൽ ആഗ്രഹിക്കുന്ന കിട്ടാതെ വരുമ്പോൾ വലിയ പ്രതീക്ഷകളൊന്നുമില്ലാതെ ജീവിതം തന്നെ തകിടം മറിഞ്ഞതുപോലെ പ്രതികരിച്ചു കൊണ്ടുപോകുന്ന ഒരു സ്വഭാവ സവിശേഷതയാണ് ഇന്ന് നാം കാണുക. മക്കളൊക്കെ 1 അല്ലെങ്കിൽ 2 പേര് മാത്രമുള്ളത് കൊണ്ട് അവരെ പൊന്നുപോലെ വളർത്തുന്നുകൊണ്ട് ചോദിക്കുന്നതെല്ലാം കൊടുത്ത് വേണ്ടതെല്ലാം നൽകി മക്കളെ വളർത്തുന്നു. കിട്ടാതെ വരുന്ന നോ എന്ന് പറയുന്ന ഒരു അവസ്ഥ വരുമ്പോൾ ആകെ തകർന്നു പോവുകയാണ്. അത് അധ്യാപകൻ പോലും ചില കാര്യങ്ങളെ കുറിച്ച് തിരുത്തുവാനായിട്ട് തയ്യാറാകുമ്പോൾ ഒട്ടും സാധിക്കാതെ സമ്മതിക്കാതെ പോകുന്ന ഒരവസ്ഥയിലേക്ക് കടന്നു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ,
ഇന്ന് നല്ലൊരു തീരുമാനമെടുക്കാം. മാതാപിതാക്കൾക്കും അധ്യാപകർക്കും വിധേയപ്പെട്ടുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ വളർന്നു വരുവാനായിട്ടുള്ള തീരുമാനം, മികച്ചൊരു തീരുമാനമെടുത്താൽ നമ്മുടെ ജീവിതം വിജയിച്ചു. നല്ല തീരുമാനമെടുത്തുകൊണ്ട് നന്നായിട്ട് മുന്നോട്ട് പോകുവാനായിട്ട് ഇടയാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടെ ഇന്നത്തെ ഈ സമ്മേളനം അതുപോലെ തന്നെ ഈ അധ്യയന വർഷം ഉദ്ഘാടനം ചെയ്യുന്നതായി പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.